നമസ്കാരം. കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട ചാനൽ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ തലശ്ശേരിയിൽ തന്നെയുള്ളത്. നിരവധി ആൾക്കാർ, ഒരുപാട് ആൾക്കാരാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിനം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഓഫേഴ്സൊക്കെ നോക്കി ചിലപ്പോഴെങ്കിലും പർച്ചേസിങ്ങിന് വരുന്ന ടീമുകളൊക്കെ ഉണ്ട്. നമ്മൾ 1-2 ടീമിനെ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഓഫേഴ്സ് എപ്പോഴാണ് കാരണം ഓരോ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കുന്നത്. ശരി, ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീമിനെ പരിചയപ്പെടാം. നമസ്കാരം, പേരെന്താണ്? ദൃശ്യ. നിങ്ങൾ മുന്നേ ഒരുമിച്ച് നല്ല പരിചയമുള്ള ആൾക്കാരാണ്? ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയമാണോ? അല്ല, കോളേജിൽ വന്നതിന് ശേഷമുള്ള പരിചയം. ഇപ്പോൾ എത്രത്തോളം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട്? എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക്. എവിടെ സ്ഥലം? എവിടെയാണ് ദൃശ്യയുടെ? മമ്പറം. പേരെന്താണ്? ദിയ. എവിടെ സ്ഥലം? മട്ടന്നൂരാണ്. ശരി, അപ്പോൾ ഇവിടെ വന്ന് പരിചയപ്പെട്ട ആൾക്കാരൊക്കെയാണ്. എങ്ങനെയുണ്ട് ക്യാമ്പസ്? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല സൂപ്പറാണ്. സാധാരണ ഇവിടെ ഗ്രീൻസിൽ പർച്ചേസിങ്ങിന് വരാറുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈമാണോ വന്നേക്കണം? ഫസ്റ്റ് ടൈമാണ് വന്നേക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഞങ്ങൾ പ്ലസ് ഓർ മൈനസിൽ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും ഇവർക്ക് സമ്മാനം കിട്ടാനുള്ള എല്ലാ ചാൻസും. പാട്ട് പാടുമോ? ഇല്ല. ഇന്ന് നിങ്ങൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു? പ്രോഗ്രാം നടക്കുന്നത് കഴിഞ്ഞോ? ഇന്നുണ്ടായിരുന്നില്ല. പരിപാടി തുടങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്ത്. ശരി, അപ്പോൾ പർച്ചേസിങ്ങിന് വേണ്ടി വന്നു. എന്ത് സാധനം പർച്ചേസ് ചെയ്യാനാണ് വന്നേക്കണം ഗ്രീൻസിൽ? നമ്മള് വെറുതെ ഇങ്ങനെ മറ്റേ പുള്ളിക്കാരൻ്റെ ഫേസ് വാഷ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ വന്നൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എവിടെ ഫേസ് വാഷ്? പോക്കറ്റിലുണ്ടായിരുന്നു. ശരി, അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ സമയം തരാം. 5 മിനിറ്റ് കൊണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. ട്രോളി കൊടുക്കുന്നു. 5 മിനിറ്റ് സമയം കൊടുക്കുന്നു. വീട്ടിലേക്കുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകാറുണ്ടോ? വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അല്ലല്ല, ജസ്റ്റ് വീട്ടിന്റെ അടുത്തുള്ള കടയിലൊക്കെയാണ് വാങ്ങിക്കാം. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് സെലക്ട് ചെയ്യാറുണ്ടോ ഇതുപോലുള്ള പർച്ചേസിങ്ങിന്? ഇല്ല, ഞാൻ പോക്കില്ല. ഞാൻ പോക്കെ. ശരി, അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കുക കേട്ടോ. 5 മിനിറ്റ് സമയം. ഓക്കെ, അപ്പോൾ ഇവർ റെഡിയാണ്. 5 മിനിറ്റ് സമയം കൊടുക്കുന്നു. മെല്ലനെ സാവധാനം പർച്ചേസ് ചെയ്താൽ മതി. സാധാരണ അരമണിക്കൂറില്ല. നോക്കിയിട്ട് എടുത്താൽ മതി. റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതാണ് ചോദിച്ചു, മനപ്പൊരുത്തം എത്രത്തോളം ഉണ്ട് കൂടി നമുക്ക് നോക്കാം. ശരി, അപ്പോൾ തുടങ്ങുകയാണ്. 5, 4, 3, 2, 1, 0. സാവധാനം പർച്ചേസ് ചെയ്തത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ ശരി, ഇവർ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോണത്. എത്രയാണെന്ന് അറിയത്തില്ല, നോക്കാം. MRP റേറ്റ് കൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. പേരൊന്നുകൂടി പറയാമോ? ദൃശ്യ. അപ്പോൾ ദൃശ്യയുടെ പ്രൊഡക്റ്റ് MRP റേറ്റ് ആണ്, പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് സമയം, 5 മിനിറ്റ് സമയത്തിനുള്ളിലാണ് ഇവർ പർച്ചേസ് ചെയ്ത് വന്നേക്കണം. കുറഞ്ഞു പോയോ ദൃശ്യ? നോക്കി ഇത് മതി, ധാരാളം. ഇതിലാണ് റേറ്റ് എഴുതി വെച്ചേക്കണം കേട്ടോ. ഇത് എത്രയാണെന്നുള്ളത് അറിയത്തില്ല, നോക്കാം. 2934 രൂപയ്ക്കാണ് ആള് 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 2934. ഇനി അടുത്ത ആളുടെ 2934 രൂപയ്ക്കാണ് ആള് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്ന് പേര് പറയും. ദിയ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കാം. റെഡി. 1512 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ജസ്റ്റ് ഒരു 3 പ്രോഡക്റ്റ് മാത്രം. 1582, 1627. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് മുന്നോട്ടുന്നു. 2934 പ്ലസ് ആളുടെ 1627, 4561 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ദേ വീഴുന്നു, അയ്യോ. 4561 ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്, ഗ്രീൻസ് എഴുതിയിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5500 to 6500. ഒരു 500 രൂപ കയറിയിട്ടുണ്ടെങ്കിൽ നോക്കായിരുന്നു. ശരി, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. ഒരു 500 രൂപയുടെ ഡിഫറൻറ്റ്, കുഴപ്പമില്ല. ഇതാ, അപ്പോൾ 500 രൂപയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അല്ലേ? ഓക്കെ, 2 പേർക്കും ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. അപ്പം നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ചിലപ്പോഴെങ്കിലും നമ്മൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ വന്നിട്ടുണ്ട്, പറയാറുണ്ട് ഈ ടീമായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ സിംഗിളായിട്ടൊക്കെ പർച്ചേസിങ്ങിന് വരുന്ന സമയത്ത് അവരെ കൂടി ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതാ ഒരു സിംഗിളായിട്ടൊരു ചേച്ചിയുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ഓക്കെ, എവിടെ, സ്ഥലം എവിടെയാണ്? പിണറായി. സാധാരണ പർച്ചേസിങ്ങിന് ഇങ്ങനെ ഗ്രീൻസിലൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇപ്പം എങ്ങനെ വാങ്ങിക്കുന്ന ഒരു സ്റ്റൈൽ എങ്ങനെയാണ്? ബൾക്കായിട്ട് വാങ്ങിക്കും അല്ലെങ്കിൽ വീക്കിലി? ബൾക്കായിട്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ, ഹസ്ബൻഡ്, മോൻ. ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യാണ്? ഗൾഫിലാണ്. മോൻ 3ാം ക്ലാസ് പഠിക്കും. എവിടെയാണ് പഠിക്കുന്നത്? മമ്പറത്തിലാണ് പഠിക്കുന്നത്. ശരി, അപ്പോൾ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടെത്തി. അപ്പോൾ 5 മിനിറ്റ് ആണ് സമയം. 5 മിനിറ്റ് കൊണ്ട് സാധാരണ ഒരു പർച്ചേസിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കാറുണ്ട്? 10 മിനിറ്റ്. സാധനത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അല്ലേ? ശരി, അപ്പോൾ ഇവിടെ 5 മിനിറ്റ് സമയം. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും? വലിയ പ്രൊഡക്റ്റ് അല്ല, കുട്ടി പ്രൊഡക്റ്റുകൾ മാക്സിമം പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഭക്ഷണം കഴിച്ചോ? എന്തായിരുന്നു സ്പെഷ്യൽ? ചിക്കൻ. ഹോട്ടലിൽ കത്താനുണ്ട് കേട്ടാ. ശരി, കൊണ്ടുവരാറാണോ പതിവ് അല്ലെങ്കിൽ? അപ്പോൾ ആൾക്കുള്ള ട്രോളി കൊടുക്കുകയാണ്. ചിക്കനാണേ. അപ്പോൾ ശരി, നമുക്ക് ട്രോളി കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഒന്നുകൂടി പേര് പറയാമോ? ധനിഷ. അപ്പോൾ ധനിഷമയാണ് മത്സരിക്കാൻ പോകുന്നത്. 5 മിനിറ്റ് സമയം. അപ്പോൾ 5 മിനിറ്റ് സമയം കൊണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് സാവധാനം എടുത്താൽ മതി. 5 മിനിറ്റേ ഉള്ളൂ എന്ന് വെച്ചിട്ട് സ്പീഡാക്കണ്ട, മെല്ലെ എടുത്താൽ മതി. അപ്പോൾ 5, 4, 3, 2, 1, 0. ഓൾ ദി ബെസ്റ്റ്. മെല്ലെ പോയി കേട്ടോ.
മിനിറ്റ് സമയം കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ഇല്ല. ഇനി ഫുഡ് ഐറ്റംസ് എടുക്കാത്ത വിഷമമുണ്ട് കേട്ടോ. ഇതൊന്നും പോരാ. നമ്മൾ പട്ടിണി കേട്ടോ. ആള് ചിക്കനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഉഷാറായിട്ട് നിൽക്കുകയാണ്. അത് ആ ഉഷാർ പർച്ചേസിങ്ങിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നുണ്ടോ? എന്താ പിന്നെ അപ്പുറത്തെ വീട്ടിലുണ്ട്, അതുകൊണ്ട് വെച്ച് എന്നാ കൊടുക്കലെന്ന് അറിയില്ല. എൻ്റെ ചെറുത് വാങ്ങിക്കൊണ്ട് കൊടുക്കലുണ്ട്, പെഡിഗ്രി. ആ ഓക്കെ. $3838 ഇപ്പോൾ തന്നെ. $5942 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5942. ഓക്കെ. ഇനി ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 5942 പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. ചിന്തിക്കേണ്ട, ഒറ്റക്കാണ് പർച്ചേസ് ചെയ്തേക്കണം. 5942 രൂപയ്ക്ക്. ഓക്കെ. എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് 4500 to 5500. പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5942. അപ്പോൾ കുറച്ച് റേറ്റ് കൂടിപ്പോയി, 400 സംതിങ് രൂപ കൂടിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ ആൾക്കുള്ള ഞങ്ങളുടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രോത്സാഹന സമ്മാനം, ഇവർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്ലസ് ഓർ മൈനസ്, കൂട്ടിയും കുറച്ചുമുള്ള പർച്ചേസിങ് ഗെയിമാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഗെയിം. ചിലപ്പോഴെങ്കിലും 100 രൂപക്കും 150 രൂപക്കൊക്കെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ട് ഗെയിമിൽ നിന്നൊക്കെ ഔട്ടായി പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ആലോചിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് നോക്കി കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചോദ്യോത്തരങ്ങളൊന്നുമില്ലാതെ വിജയിക്കാൻ പറ്റും. ശരി, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത എപ്പിസോഡിൽ ബൈ.